ഭംഗിയാല കാണാൻ ഈ പൂവ്. ഇന്നലെ നല്ല മഴ പെയ്തു, അതിൻ്റെയാണ് ഒരു വെള്ളം ഉണ്ട് കേട്ടാ, വെള്ളം തെറിക്കണ കാണാണ്ട. അതാണ് ഒത്തിരി ഒരു ചെരിവ് വന്നേക്കണേ വെള്ളത്തിന്റെ ഭാരം കൊണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ചേട്ടൻ ഇവിടെ ഇല്ല, ജഗ്ഗുവാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടനെ നമ്മുടെ ദിവയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് പോയേക്കാം. അത് ലൈസൻസിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നമ്മളിലുണ്ടായിരുന്ന ആ ഫ്ലോർ ഉണ്ടല്ലോ, അതിൽ മുന്നേ ഉണ്ടായിരുന്ന ആളുടെ പേരിൽ തന്നെയാണ് കോർപ്പറേഷനിൽ ലൈസൻസ് എടുക്കണം. അയാളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ അത് ക്യാൻസലാക്കാൻ വേണ്ടി നടന്ന് ക്യാൻസലാക്കി. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കോർപ്പറേഷനിൽ നിന്ന് അവർക്ക് കട കാണാൻ വരണം. അപ്പം അത് നമ്മൾ പോയി കൊണ്ടുവരണം അവരെ. അപ്പം ആ ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പം ചേട്ടൻ പോയി ആ കോർപ്പറേഷനിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഷോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പം അങ്ങനെ പോയേക്കാം. അപ്പം ചോറ് ഊറ്റണം, പിന്നെ ചുണ്ടങ്ങ കൊണ്ട് ഒരു അടിപൊളി കൂട്ടാൻ, തീയലല്ലാണ്ട് ചുണ്ടങ്ങ കൊണ്ട് തീയലല്ല നമ്മൾ വെച്ചേക്കണേ, അതല്ലാണ്ട് വേറൊരു കറി ഉണ്ട്, അത് വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ചേട്ടൻ പോയി വന്നിട്ട് ചുണ്ടങ്ങ പൊട്ടിച്ചിട്ട് അത് വെക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ വൈകുന്നേരമല്ല, ഇന്ന് ഏതാണ്ട് കുറച്ച് നേരം മുന്നേ വരെ ഭയങ്കര മഴയായിരുന്നു. എന്നിട്ട് ഇവിടെയാണ് ഒരു ഓട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ആകെ വെള്ളമായിരുന്നു. അതൊക്കെ ക്ലീനാക്കി. മൈക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറല്ലേ ചേട്ടൻ വരുന്നത് ഞങ്ങൾക്ക് അറിയോ, ഒരു മൈക്കും കൈ പിടിച്ച് വരാൻ. ഞാൻ പറഞ്ഞില്ലേ കോർപ്പറേഷനിലേക്ക് അവരെ കാണിക്കാൻ പോയേക്കായിരുന്നേ, വന്നു. അപ്പോൾ ചേട്ടനുള്ള മൈക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മോന്ത വീർപ്പിക്കുന്നു. എന്നിട്ട് കാണിച്ചോണ്ട് നിൽക്കണേ പപ്സ്. ഇന്നലെ ചൂട് മഴ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴ കുറച്ച് നേരത്തെ മാറിയ, പക്ഷെ വെയിൽ ഉച്ചക്ക് ചൂട്. അപ്പോൾ കല്യാണിൽ നിന്നും പപ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ചേട്ടൻ. ജഗ്ഗു എന്നാ കഴിച്ചോ, എന്നിട്ട് ഇനി എടുക്കാം ക്ലിപ്പ്. ഒരേ നിറം ഒരേ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഇമ്രാൻ. അയ്യോ എന്തിനാ വാതില് പൂട്ടണല്ലേ? ചാർലി നോക്കി. അതല്ല ഇമ്രാനേ, എത്ര വലിയ പടക്കം പൊട്ടിയാലും തൊട്ടടുത്ത് പടക്കം പൊട്ടിയാലും ഇമ്രാൻ മൈൻഡ് ഇല്ല. എടുക്കും. അതിന് വേണ്ടി ചെറുതായിട്ടൊരു പടക്കം പൊട്ടുമ്പോഴേക്കും ചാർലി വാതിൽ തുറന്നു എടുക്കുകയാണെങ്കിൽ ഓടി അകത്ത് വന്നിട്ട് നമ്മളെവിടെയുള്ള നമ്മുടെ ഇവിടെ വന്ന് നിന്ന് ഇറക്കിണ്ട് ചാർലി. പക്ഷെ ചെറിയ അനക്കങ്ങളൊക്കെ കേൾക്കുമ്പോ ഇമ്രാൻ ഞെട്ടും. ഇപ്പൊ വരാട്ടാ, രണ്ടാളും ചവിട്ട് പിടിയുമ്പോ അങ്ങോട്ട് മോളിക്ക് കയറരുത് കേട്ടാ. മഴ കാരണം എങ്ങനെ കിടന്നോടെന്ന് അറിയോ, ബാക്കിലത്തെ ഇതും ചെളിപിളിയാക്കിട്ട് ക്ലീനാക്കി ഇട്ടതാ. ഇനി കേറി രണ്ടെണ്ണം നിരങ്ങാവോ? വരണ്ട നിങ്ങൾ ചുണ്ടങ്ങി പൊട്ടിക്കാൻ വരണ്ട? ഇതിപ്പോ എന്തൊരു സംഗതി എന്നറിയോ, ഇതിപ്പോ നമ്മൾ അകലേക്കാണ് പോണെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വേറെ വഴികളറിയാം. അതാണിപ്പോ പരിസരം നിരീക്ഷിക്കണ്ട. അപ്പൊ ഇപ്പൊ വരാട്ടാ, ഇവിടെ ഉണ്ട്. ഇപ്പൊ കഴിക്കണ്ട കേട്ടാ, വെല്ലോടത്തേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ വാണിങ്ങട്ടാ. എവിടേക്കും പോവില്ല, അവർക്ക് അറിയാം ഇങ്ങോട്ട് പോണ കണ്ട, അവർക്ക് അറിയാം ഇപ്പൊ എത്തുന്നു. അതൊക്കെ അതിനുള്ള ബോധമൊക്കെ ഉണ്ട്. വണ്ടി എടുത്ത് പോണ കാണുമ്പോ അവർക്ക് അറിയാം, ഇതൊരു ചാൻസ് ആണല്ലോ മച്ചമ്പി ഇല്ലേ, ഈ ചാൻസ് കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ ചുണ്ടങ്ങ അവിടേക്ക് വന്നു. ചുണ്ടങ്ങ അവിടത്തെ ചുണ്ടങ്ങി നാളെ പൊട്ടിച്ചൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോ
ചക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറുമോ? ചേട്ടൻ എന്താ ഒരു പേരക്കായ? അമ്പോ അടിപൊളി പേരക്കായ. ഹായ് അയ്യോ, സാധാരണ എന്നെ പിടിച്ചകത്തിടാറ് പറഞ്ഞ പോലെ സാധാരണ ഒരെണ്ണം പോലും കിട്ടാറില്ല കേട്ടാ. ഒരു കാലത്തും കിട്ടാറില്ല. ആ കഴുകിട്ട് തരാം. ഇപ്പൊ തന്നെ തിന്നാം. ഇതിൻ്റെ ഉള്ളിൽ ശുദ്ധമായ വെള്ളം ഉണ്ട് കേട്ടാ. ഞാൻ കടിച്ചിട്ട് തരണ, നീ കടിച്ചിട്ട് തരണ? എന്തേലും ചെയ്. പുഴുണ്ടോ നോക്ക്. പുഴുന്നില്ലേ? ജഗുന് കൊടുക്ക്. എന്തടച്ചുണ്ടെങ്കിൽ എന്തടച്ചുണ്ടെങ്കിൽ വേണം സരിത. പിടിച്ചേ, പിടിക്ക്. ഇത് ഈ മാവിന്റെ അടിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിക്കുക. ഞങ്ങോട്ട് പോണേ. ഈ പേരാത് കാരണം വവ്വാലുകളുടെ ഒന്നും കണ്ണിയപ്പെടാണ്ട് നമുക്ക് കിട്ടിയേ. ഒരു പേരക്കായ പോലും കിട്ടില്ല. ശരിയാ. ഞാൻ അവിടേക്ക് പോ. അയ്യ, അവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ ഉണ്ട്. വാ, കുമ്പളങ്ങയല്ലേ വീണെടുക്കണ്? ആ നോക്കിയേ, ഉണങ്ങിയിട്ട് വീണെടുക്ക. ചമ്പളങ്ങേ മുത്ത് കല്ല് പോലെ. വേണ്ട നല്ല കുമ്പളങ്ങ, മൂക്കാത്ത നല്ല ഇളവൻ അല്ല ഞണ്ട് അവിടെ നിന്ന് കിട്ടും. ചുണ്ടെങ്കിൽ പൊട്ടിച്ചോ? ഇവിടുത്തെ പൊട്ടിയിട്ടാ പാത്രം. ഞാൻ വലിയ ഉഷാറില്ല. എന്താ ഉഷാറില്ല? അത് കൂട്ടാൻ വെക്കാനായിട്ട് ഉള്ള ഉഷാറ് പോയി. എന്താ വിശപ്പ് പോയി. ചേട്ടൻ പപ്സ് വാങ്ങിച്ചോണം തന്നില്ലേ? അത് തിന്നപ്പോ ഇപ്പൊ വിശപ്പില്ല. പപ്സിനോട് പാരതിനാ പറഞ്ഞ. അതിപ്പോ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് തരുമ്പോ തിന്നാണ്ടിരുന്ന ചേട്ടൻ വിഷമാവില്ലേ? ഒരു വിഷമമില്ല. അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുണ്ടങ്ങി കൂട്ടിയിട്ട് ചോറിനാൻ പോവാന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ പിന്നെ എന്നാലും ഭർത്താവ് സ്നേഹത്തോടു കൂടി ഒരു സാധനം കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് തരുമ്പോ അത് വേണ്ടാന്ന് പറയുന്നത് ഒരു ഉത്തമയായ ഭാര്യയുടെ ലക്ഷണമാണോ? സ്നേഹത്തോടെ കുറച്ച് ആട്ടും കാട്ടം പറിക്കുന്നത് കൂർക്കൊപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കഴിക്കുവോ? അത് ചേട്ടൻ അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്കറിയാം. അല്ല, അത് കഴിക്കുവോ? ആ, കഴിക്കും. ആട്ടും കാട്ടത്തിനൊന്നല്ല, സ്നേഹത്തിനാണ് വില. അപ്പൊ ഞാൻ കഴിക്കും. എന്നിട്ട് തരുന്നു ചെയ്യരിക്കോട്ടാ. അല്ല, അത് വിചാരിച്ചിട്ട് തരായിരിക്കും ആട്ടും കാട്ടം. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞതാണേ. എനിക്ക് തോന്നുന്നു ചുണ്ടങ്ങേനെ ഫേമസ് ആക്കിയത് നമ്മളാന്ന് തോന്നിട്ട് ആളുകൾക്ക്. ഇതുവരെ ആളുകളെ ഇപ്പൊ ചുണ്ടങ്ങ ഇഷ്ടം പോലെ കൂട്ടാൻ വെച്ച് കഴിക്കുക. വയറിന് ഏറ്റവും നല്ലതാണ് അൾസറിനും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ഉള്ളപ്പോൾ വയറ് കുടലിനൊക്കെ അസുഖങ്ങൾ വരില്ലോ, ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രകൃതി തന്നെ അതിനുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. മറുമരുന്ന്. അതെ, മതിന്നോണ് പോരെ. അതില് പറ്റിയ ഒരു സാധനമാണ് ഈ ചുണ്ടങ്ങ. അതന്നെ ചുണ്ടങ്ങ. മറ്റേ സാധനല്ലേ മണിത്തക്കാളി, പിന്നെന്തുട്ടാ നമ്മുടെ എന്തൊരു ചേട്ടാ മറ്റേ സാധനം ഗോൾഡൻ ബെറി. കുറെ സാധനങ്ങളുണ്ട്. ഇത്രയ്ക്ക് ചുണ്ടങ്ങ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയ്ക്ക് ചുണ്ടങ്ങ പൊടിച്ചിട്ട് പോവാം. നമ്മൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ ആയതിന് ചുണ്ടങ്ങ അത് ഞെട്ടിന്ന് കംപ്ലീറ്റ് ആയി വിടർത്തി. നമ്മൾ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് ഇത് കഴുകാം. എന്തൊരു ഭംഗിയാണ് നോക്കി, എന്തൊരു ഭംഗിയാണ്. ഇത് ഈ അമ്മീമിട്ട് ചായ്ക്കാൻ പോകട്ടെ. അതിപ്പോൾ സ്ഥലത്ത് കഴുകിയിട്ട് അമ്മീന്ന് കഴുകണം. പറയും ചേട്ടൻ നല്ല ഡ്രസ്സ് മാറിയിട്ടില്ലേ അല്ലേ? അപ്പോൾ തോമസ് മംഗലം പറഞ്ഞില്ലേ
ആളിപ്പോ വിചാരിക്കട്ടെ ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു. എല്ലാ കുറ്റം ആളില് പരിചാരം നല്ലത്. ഞാൻ ചായാനായിട്ട് ഒരാളെ കിട്ടായിരുന്നു. കിട്ടാൻ നോക്കി എങ്ങനെ ചതയ്ക്കണം കേട്ടാ. ഇത് പൊട്ടിക്കണം അത്ര ഉള്ളൂ. അതന്നെ. അല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പൊട്ടി തെറിക്കും എന്നാണ് നമ്മുടെ കുമാരിച്ചി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിരിക്കില്ല. ഞാൻ വാരിട്ടോളാം. നിനക്കൊരു എളുപ്പമാണ് ഈ കോട്ട വെച്ചിട്ട്. ഞാനാക്കണ പൊട്ടിക്കണ നല്ല രസം അത് പൊട്ടിക്കാനായിട്ട്. വലിയ രസമൊന്നുമില്ല, ഇത്തിരി ബലം പ്രയോഗിക്കണം. അപ്പം അതല്ലേ പറഞ്ഞ മാറാനായിട്ട് ഇതിനോട്. നമുക്കിത് കഴുകാം. കഴുകുമ്പോൾ കുരുക്കളൊക്കെ കംപ്ലീറ്റ് പോകും. മുഴുവൻ പോണം, നമുക്ക് കുഴപ്പമില്ല. പതിവ് പോലെ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. ചട്ടി ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ അടുപ്പ് ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ ഈ അടുപ്പ് ഉരി കൊണ്ടുപോലല്ല കേട്ടാ. അടുപ്പ് ഇതെവിടെതാണ് പണിത് എന്നുള്ള ചോദിച്ചിട്ട് കമൻറ്റുകൾ വരാറുണ്ട്. അവരെ നമ്പർ തരുമോ ചോദിച്ചിട്ട് അവരൊന്നും നമുക്ക് നമ്പർ തന്നില്ല അല്ലേ? ശരിയാ, നമ്പർ എന്തോ നമ്പർ തന്നില്ല. നമ്മൾ വേറെ ആൾ മുഖേനല്ലേ ചെയ്തേ. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 2-3 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. തമിഴ്നാട്ടുകാർ ഭൂരിഭാഗം ഈ നല്ലെണ്ണ കളികളാണല്ലേ. നല്ലെണ്ണയും കടലെണ്ണയും. കടലെണ്ണയില് പപ്പടം കാച്ചുമ്പോ കണ്ട എന്തൊരു ടേസ്റ്റാ. അത് ശരിയാ. നമ്മളന്ന് കുമാരിയേച്ചി വന്നപ്പോ വട ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. കടലെണ്ണ വാങ്ങിയിട്ട് ബാക്കി ഇരുന്നോടന്നേ. അപ്പൊ അന്ന് തന്നെ കുമാരിച്ചി പറഞ്ഞിരുന്നു ഇതിലൊക്കെ പപ്പടം കാച്ചാൻ മോളെ നല്ല രസാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിലാ പപ്പടം കാച്ചാറ് കഴിയണവരെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ വെളിച്ചെണ്ണയിൽ വറക്കാൻ തുടങ്ങിയപ്പോ ജഗ്ഗു ചോദിച്ചു ഈ പപ്പടത്തിന്റെ ടേസ്റ്റ് പോയി, മറ്റേ എണ്ണയിൽ തന്നെ മതി. നല്ല മണം. അപ്പൊ നമ്മള് എണ്ണ ചൂടായി ചുണ്ടെങ്കിൽ ഇതിലൊന്ന് നന്നായി വഴറ്റി മാറ്റി വയ്ക്കണം. ബ്രൗൺ കളർ ആക്കണത്. ബ്രൗൺ കളർ ആക്കണം കേട്ടാ. ചുണ്ടെങ്കിലത്തെ വെള്ളം പുറത്തേക്ക് ഇരിഞ്ഞു. കണ്ട അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നിട്ടാ. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കാം. ഇതിരിക്കല്ലേ വേണത്. ഇതിൽ കുറച്ച് കുരുക്കളുണ്ട് സരിത. അല്ലെങ്കിൽ ഇതിനി ബാക്കിയുള്ള സാധനങ്ങൾ ഇനി വഴറ്റുമ്പോൾ ഇത് കിടന്ന് കരിയും. ഇനി വീണ്ടും നമ്മൾ ചട്ടിന്ന് കഴുകിയിട്ടാ. ചട്ടി കഴുകിയിട്ട് വീണ്ടും അത് അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായി. അപ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്ക്ക് പകരം നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിക്കാൻ തോന്നുന്നു. പക്ഷെ നെയ്യ് 3 ടേബിൾ സ്പൂൺ ചേർക്കണം എന്നാണ്. ഞാൻ അത്ര ചേർക്കണില്ല. ചുണ്ടങ്ങ തുകയില്ല. അങ്ങനെ എന്തിട്ടങ്ങടെ ഒരു പേരാണ് ഇത്. കൂട്ടാന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, നല്ല അടിപൊളി കൂട്ടാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു തിരുത്തുണ്ട്. ശരിക്കും കൂട്ടാനല്ല കേട്ടാ, ഇതൊരു ചമ്മന്തി പോലത്തെ സാധന. കുഴമ്പ്. കുഴപ്പമില്ല. ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് ഇടണ്ടേ. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടു. ഇളക്കണം. നമ്മൾ ഇത് 200 ഗ്രാം ചുണ്ടങ്ങിൻ്റെ കേട്ടാ. 400 ഗ്രാം ചുണ്ടങ്ങിയാണ് അങ്ങേര് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടതാട്ടാ, തമിഴ് ചാനല്. ഒരു ഷെഫിന്റെ തമിഴ് നാട്ടുകാരുടെ ഒരു പരമ്പരാഗതമായ പണ്ട് ചെയ്തു തുടങ്ങുന്ന സാധനമാണ് ആള് പറയണേ. കുറേ വയറിനൊക്കെ ഭയങ്കര നല്ലതാ. കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ പേസ്റ്റ് പോലെ അല്ല ഇരിക്കുക, ചമ്മന്തി പോലെ. അത് ബ്രെഡിന്റെ ഉള്ളിലൊക്കെ വെച്ച് തേച്ചിട്ടേ ജാമ് തേച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ കുട്ടികൾ കഴിക്കട്ടെ എന്ന്. ഇപ്പോഴത്തെ കുട്ടികളെ പിള്ളേര് കഴിക്കില്ലല്ലോ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. അതന്നെ, ആർക്കും വേണ്ട. ഇത് ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടുന്നത് വറ്റൽമുളക് കേട്ടാ. വറ്റൽമുളക് ഒരു 5-6 ഉണ്ട് കേട്ടാ. ഇതിലേക്ക് നല്ല ജീരകം കുറച്ചിടാം. നല്ല ജീരകം ഇടുന്നു.
കുറച്ചിട്ടാ ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടാ, നല്ല മണം വന്ന് തുടങ്ങി. പരിപ്പ് കണ്ട, കടലപ്പരിപ്പ് ഗോൾഡൻ ബ്രൗൺ ആയി, അതുപോലെ മുളകും മൂത്തുടങ്ങി. അപ്പം ഇതിലേക്ക് ഒരു സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞതിടാം. പണ്ട് വേണമെങ്കിൽ ചുമന്നുള്ളിയാവും ചേർക്കുണ്ടാവുക. ആ റെസിപ്പിയിൽ സബോള അരിഞ്ഞതാണ് ഇടുന്നത്. അപ്പം ഞാനും സബോള ഇട്ടു. ഇനി കറിവേപ്പില കുറച്ച് കേട്ടാ. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കാം. ഇത് മഞ്ഞൾപ്പൊടി പൊട്ട് അതിൽ കാണിക്കില്ല, വേണേ നമുക്ക് ഇടണമെങ്കിൽ ഇടാം. ഇളക്ക് ഇതിൽ ഞങ്ങളുടെ വക ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടാ. ഈ സൈഡിൽ പോന്നാ ഈ സൈഡ് തരി ഉപ്പിട്ടോ ചേട്ടാ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കേട്ടാ. കുറച്ചല്ല, ആവശ്യത്തിനുള്ള ഉപ്പിട്ടോ. ചുണ്ടങ്ങലിക്കുള്ള ഉപ്പും ആ കൂടി ഉപ്പിട്ടോ, ഇതൊക്കെ അരക്കാനുള്ളതാ. അപ്പം ഇത്തിരി കൂടി ഉപ്പ് ഇടുന്നു. ചുണ്ടങ്ങലിക്കുള്ള ഉപ്പും കൂടി ഇട്ടു. ആ ശരിയല്ലേ. കശുവണ്ടി ചുട്ടരച്ച ചമ്മന്തി ആയിരുന്നു ഒരു ദിവസം ചെമ്മീൻ ചമ്മന്തി, ഇപ്പൊ അടുത്ത് ചുണ്ടങ്ങ ചമ്മന്തി. ഇതിലേക്ക് പുളി ഇടണ്ടേ? പുളിട്ടോ, പുളി അരക്കണ സമയത്ത് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതിലേക്ക് കോൽപ്പുളിയില്ലേ ഒരു സ്വല്പം ഇട്ടുണ്ട് കേട്ടാ. ഇതാവട്ടെ. നമ്മളിപ്പോൾ ഒരു 5-8 മിനിറ്റ് വഴറ്റിയിട്ടത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള, വറക്കല്ല വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ചുണ്ടങ്ങി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കേട്ടോ. ആ ഇനി ചുണ്ടങ്ങിലേക്ക് ഇരുന്നു കേട്ടാ. കുറച്ച് സമയം ഇത് ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കാം. കായപ്പൊടി ഇപ്പോൾ ഇതിലേക്ക് ഇടുക. ഇനി നമ്മളിതിലേക്ക് സ്വല്പം കായപ്പൊടി ഉണ്ട് കേട്ടാ. ഇതിനെ അരയ്ക്കാനുള്ളതാണ്. മതി മതി, ഇനി ഇത് ഇറക്കാം. ചൂടാറിയിട്ട് അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം. ഇറക്കി വെച്ചോ. നമ്മളിത് ഇറക്കി വയ്ക്കണം കേട്ടോ. മിക്സിയിൽ ജാറിലേക്ക് നമ്മൾ ഇട്ടു കേട്ടോ. ഈ കയ്യിലുണ്ടാ മതി സരിത. ഈ കയ്യിലുണ്ടാകും കോരിയിടാൻ. ആ സുഖ അടുത്തോ. ഞാനിനി വേറെ കയ്യിലേക്ക് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കിട്ടും. ഇതിൽ സ്വല്പം വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് ഞാൻ അരച്ചിട്ട് വരാട്ടാ. സരിത അരച്ചു പോകണം കേട്ടോ, കാണിച്ചു തരാം. വെള്ളം ചേർത്തിട്ട് അരച്ചാട്ടാ. ഇതിലേക്ക് ഒഴിച്ചോ, കാച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആക്കാട്ടെ നമുക്ക്. ടീസ്പൂൺ വേണം സരിത. ചമ്മന്തി അല്ലേ, നല്ല കയ്പാട്ടാ ഇതാ. ആ നോക്കിയോട്ടെ പൊട്ട്. കയ്പുണ്ടാ? കയ്പുണ്ട്. ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. ഏയ് അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉള്ള കയ്പാ. ചീഞ്ചട്ടി ചൂടായി, എണ്ണ നല്ലോണം ഒഴിക്കണം. മതി, ഇത്ര മതി അല്ലേ. അടിപൊളി സാധനമായിട്ടുണ്ട് കേട്ടാ. എണ്ണ ചൂടായി ഉണ്ടാവും. കടുക് ഇടണു കേട്ടാ. പൊട്ടി കഴിഞ്ഞു, കടുക് പൊട്ടി കഴിഞ്ഞു, കടുക് പൊട്ടി കഴിഞ്ഞു. നീ ഉഴുന്നും പരിപ്പും 2-3 വറ്റൽമുളകും ഇട്. ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂൺ ഉണ്ട് കേട്ടാ. ചേട്ടൻ എടുത്തോട്ടെ. മറ്റേ തയ്യാറായി നിൽക്കണല്ലേ, വേഗം കൂട്ടി പിടിക്കുന്ന തുണി എടുത്തോ. ഇതിലേക്ക് ചെരിയുന്നു കേട്ടോ. എണ്ണ തെളിഞ്ഞിട്ടുണ്ടല്ലേ.
ആ അങ്ങനെയാണല്ലേ? നിൽക്കും. ഇനി അത് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇതുകൊണ്ട് ഇളക്കിക്കോ ഇളക്കാം. അങ്ങനെ ഇതുകൊണ്ട് ഇളക്കണമെങ്കിൽ ഇളക്കിക്കോ. ഇതുകൊണ്ട് ഇളക്കാം. ആ നല്ലെണ്ണ ഇതിൽ കൂടുതൽ തെളിഞ്ഞേക്കണം അല്ലേ? നല്ല ഭംഗിയിൽ കാണാൻ. ഇതില് മറ്റേ വഴറ്റില്ലേ നമ്മള്, ആ വഴറ്റണയിലേ കുറച്ച് കാശ്മീരി മുളക് ഇട്ടിട്ട്, അതായത് എരിവില്ലാത്ത മുളക് കൂടുതൽ ഇട്ടിട്ട് ആക്കി കഴിഞ്ഞാലേ നല്ല ചുവപ്പ് കളറിൽ ഇരിക്കുന്നു. മനസ്സിലായാ? ഇതിപ്പോ നല്ല എരിവുണ്ട് കേട്ടാ. നമ്മുടെ മുളക് എരിവുള്ളതാ. നമ്മൾ ആകെ 5-6 മുളക് ഇട്ടിട്ടുള്ളൂ. പപ്പടം കാച്ചാൻ പോവാ? കാച്ചാം. അയ്യോ ഇതിന്റെ വക്കത്തായി. അതിപ്പോ അത് ചേട്ടനെ അതിലിട്ട് ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് വെറുതെ തമാശക്ക് ചെയ്തതാ. നീ ഇതിനെ പപ്പടം കാച്ചി. അത് കഴുകണം, അല്ലെങ്കിൽ അതൊക്കെ കരിയും. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്തോ. ഇത്തിരി ഒരു ഉപ്പ് കുറവുണ്ട് കേട്ടാ. ഇതെനിക്ക് തോന്നുന്നു ദോശ അങ്ങനത്തേക്കൊക്കെ ചട്നി പോലെ ആയിട്ട് ഉപയോഗിക്കാന്ന്. അടിപൊളി സാധനം. ഒരു കയ്പുണ്ട് കേട്ടാ. പക്ഷെ ആ കയ്പ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കയ്പാ. കയറ പോലത്തെ കയ്പല്ല, സുഖമുള്ളൊരു കയ്പാട്ടോ. അത് കഴിച്ച് കഴിയണോടുകൂടി തന്നെ കയ്പ് പോവും. നാമ നിക്കണില്ലേ കയ്പ്. അടിപൊളി സാധനം. ഊടുന്നും പരിപ്പ് കടിക്കുമ്പോ എന്താ രസം. അടിപൊളി സാധനം കേട്ടാ. അപ്പൊ ചോറ് എടുത്തിട്ട് വന്നോ? ചോറിനപ്പനി നീ ചോറ് എടുത്തിട്ട് വരാം. നീ പപ്പടം കാച്ചിക്കോ. പപ്പടം കാച്ചാൻ പോവാട്ടാ. പപ്പടം കാച്ചാൻ നമ്മുടെ വെളിച്ചെണ്ണയിലാട്ടാ. പപ്പടം വാങ്ങിച്ചിട്ടേ കുറച്ച് നാളായി. അത് കാരണം, അല്ലെങ്കിൽ ഒറ്റ പോള വരണ പപ്പടമായിരുന്നു നമ്മുടെ. ചോറ് പിന്നെ ചമ്മന്തി, അടുത്ത ചമ്മന്തി മതി. അത്രയ്ക്ക് വേണ്ട. നീ പപ്പടം വയ്ക്കൂ. 2 പപ്പടം. എൻ്റെ ദൈവമേ, നമുക്ക് ആ കുടിയിലിരുന്നിട്ട് കൂടാരത്തിലിരുന്നിട്ട് ചോറിന. അവിടെ നിന്ന് ഉണ്ണണില്ല. നമ്മൾ കൂടാരത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതില്ലേ, ഇത് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. ഇത് ഏത് കൂട്ടിയിട്ട് കഴിക്കണ്ടേ? ഇത് ഇപ്പോഴത്തെ കൂട്ടാൻ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം നമുക്ക്. പപ്പടം. എന്താ ആ ഷെഫിൻ്റെ പേരെന്ന് പറഞ്ഞ സരിത? അതെനിക്കറിയില്ല. ഫസ്റ്റത്തുള്ള സരിത കഴിച്ചോ? ചേട്ടൻ കഴിക്കേ. വിശക്കല്ലേ? പപ്സ് വന്നിട്ട് വിശപ്പ് കളഞ്ഞു മനുഷ്യൻ്റെ. ഇതേ ചോറിനാൻ പറ്റണ്ടാ? ചോറിനെന്തൊരു കുഴപ്പം? വേറെ കൂട്ടാൻ വേണമെന്നുണ്ടല്ലേ? വേറെ കൂട്ടാൻ ഒന്നും വേണ്ട. ഇതന്നെ അടിപൊളി സാധനം. അതെ. ഇതൊരു കുഴപ്പം ഞാൻ പറയുന്നത് പിന്നെ ചോറുമ്പളത്ത് കഴിക്കില്ലേ, ചോറ് നല്ല സോഫ്റ്റ് അല്ലേ? ഇടയിലിടയിൽ മറ്റേ നമ്മുടെ ഉഴുന്നും പരിപ്പില്ലേ, അത് കടിക്കും. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് സാധനം നമ്മൾ ചവയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് കടിക്കും. അത് ഇത്തിരി അരോചകമായിട്ട് തോന്നും. അതെ. അപ്പോൾ ശരിക്കും ഉഴുന്നും പരിപ്പ് വേണ്ട അല്ലേ? കടുകും വറ്റൽമുളകും കറിവേപ്പിലും മാത്രം താളിച്ചൊഴിച്ചാൽ മതി. അതായാലും മതി, കുഴപ്പമില്ല. സാധനം കിടില സാധനം കേട്ടാ. വെറുതെ തന്നെ സാധനം. നേരത്തെ വെറുതെ എന്ന് പറഞ്ഞാൽ ആ കടല ഉഴുന്നും പരിപ്പ് കടിക്കണതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അല്ല, വെറുതെ കഴിക്കുമ്പോൾ അത് അങ്ങനെ കഴിക്കുമ്പോൾ രസമാണ്. വെറുതെ കഴിക്കുമ്പോൾ എന്തായാലും നിങ്ങളിത് വെച്ചോക്കോ. ചുണ്ടങ്ങ കിട്ടുന്നവര് അതന്നെ. ഇത് ശരിക്കാ ചുണ്ടങ്ങ അരച്ച് ചേർത്താണ് ആരുണ്ട് അതിന്റെ ഗുണം മുഴുവൻ കിട്ടും അല്ലേ ശരീരത്തിന്. അതെ, ഞങ്ങൾ ചുണ്ടങ്ങ പൊട്ടിച്ച് വന്നില്ലേ, ഇമ്രാൻ മതിൽ ചാടിപ്പോയി. ഇന്നലെ ജേക്ക് മുഴുവൻ അന്വേഷിച്ച് തന്നു കേട്ടാ, കണ്ടില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ചാടണതിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുമ്പോഴാണ് അതിനെ അത് ഓർമ്മിപ്പിച്ചു ചേട്ടൻ. അത് കാരണം അത് ആലോചിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. കുറേ ദിവസം ചാടി നടന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ
എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചപ്പോൾ ഇമ്രാനെ കാണാനില്ല. അങ്ങനെ സീമ ചേച്ചി ആ നോണ ബെഞ്ചിൻ്റെ അവിടെ നിന്ന് അയ്യേ അവിടെ അടിച്ചു വരുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു നമ്മുടെ ഇമ്രാൻ അങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇമ്രാനാണ് ചേച്ചിയുടെ പിന്നിൽ നിൽക്കുന്നത്. എന്നെ കണ്ട വഴിക്ക് ഇമ്രാനില്ലേ കൂളായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ഒരു വയറെടുത്തിട്ട് കഴുത്ത് കെട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്നിട്ടാ. ഏത് കിന്നരി പുഴയോരത്തിൽ ശ്രീനിവാസനെ തിലകൻ പറയില്ലേ ആ കരിക്കും വെള്ളം കൊടുത്തിട്ട് വരിക എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഭാവഭേദമില്ലാണ്ട് ഇവനും ഞാനും കൂടി വരുന്നത് സരിദ്യം ജഗും നോക്കി നിന്നു. ഭയങ്കര സീനാണ്. ഞാൻ വല്ല ചാക്ക് ചേരടാ മറ്റേ വാഴവള്ളി കൊണ്ടാണ് അതിനെ വെറുതെ ഇങ്ങനെ തൊട്ടിട്ടുള്ളോ അത് പോന്നു. എന്നാ പിന്നെ പോവല്ലേ എന്ന് ചോദിച്ചപ്പോ ആള് പോന്നു അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൂട്ടിട്ടേക്ക അപ്പൊ രണ്ടുപേരെയും അത് ചാറിലേക്ക് അറിയണ. അപ്പൊ അടിപൊളി സാധനം നിനക്കൂറുള്ളതെന്നില്ലേ? അത് സാരല്ലേ, ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിച്ചോക്കെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞു. അതില് ഇതില്ല ഉഴുന്നും പരിപ്പ് അധികം ഉണ്ടാവില്ല. ഉണ്ട് അതില് ചെമ്മീൻ ചമ്മന്തി എന്തിനാ ചേർത്തേ? ടേസ്റ്റ് അറിയില്ല. അല്ല ഞാൻ ഇത് മാത്രമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെച്ചാൽ സൂപ്പർ സാധനം നിർത്താം.